രണ്ടുപേരും രണ്ട് മരത്തിന്റെ അവിടെ നിൽക്കുന്നു. എന്താ അത്? അർജന്റീനയുടെ ചിലി എന്നാണ് എഴുതി കാണിക്കുന്നത്. അർജന്റീന ചിലി. ഇത് ഭംഗിയായിട്ടാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു മരത്തിന്റെ തടിയെല്ലാം കണ്ടില്ല, നല്ല കളർഫുൾ ആയിട്ടുള്ള മരത്തിന്റെ നിറം തന്നെ. തടീൻ്റെ രസമായിരിക്കുന്നു അത്. ആ വെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും നല്ല ഭംഗിയുണ്ട്. പഴയ കല്ലുകൾ. ഇതാണ് നമ്മുടെ സ്വന്തം മലാപ്പറമ്പിന്റെ മസിൽമാൻ അല്ലെങ്കിൽ സാബേട്ടന്റെ ജിമ്മിന്റെ ഒരു ഐക്കോൺ എന്ന് പറയുന്ന സരുൺ സാർ. ജയന്റ് ജിം മലാപ്പറമ്പ്. ദി ജയന്റ്സ്. ഇതോ സെയിം തന്നെയല്ലേ? ആണ് എന്ത് ഭംഗിയാ. അർജന്റീന ചിലി. ചിലിയാണ് അല്ലേ? ചിലിയാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് സബ് അന്റാർട്ടിക് പ്ലാന്റ് ഹൗസിലേക്കാണ്. നമ്മൾ സബ് അന്റാർട്ടിക് പ്ലാന്റ് ഹൗസിന്റെ അകത്തേക്ക് കയറാൻ പോവാണ്. നല്ല തണുപ്പാട്ടോ. നമ്മൾക്ക് തുറന്നു കൊടുക്കാരും. അല്ല, അന്റാർട്ടിക്കേന്റെ ഒരു മോഡല്. അന്റാർട്ടിക്കാണെന്ന് മനസ്സിലാവാൻ. ഈ പ്ലാന്റ്സ് അവിടുത്തെ ജീവികളുടെ സൗണ്ടുകളാ. ഇവിടുത്തെ പ്ലാന്റ്സ് ആച്ചാ. തന്ന് വാല ഓർത്തോ. എന്ത് തണുപ്പാ. പുറത്തെന്തൊരു സുഖം.
ആരോ അമ്മമ്മി ഫീഡ് ചെയ്യുന്നുണ്ട്. എന്ത് രസം. കുറച്ച് ഇവിടെ ഇട്ടാറ്. ഇവിടെ ഇവിടെ മുമ്പിലിട്ട് പപ്പനെ മുമ്പിൽ താറാവ് മുമ്പിൽ എടുത്തു ഇവിടെ കണ്ടോ. ഭയങ്കര ഇതിന് ഭയങ്കര സ്നേഹം. ഇവിടെ ഇട്ടോ മുമ്പിലിട്ടോ. ഇവിടെ ഇട്ടാറ് ദൂരത്തേക്ക് ആരോ ആരെടുത്തോ അമ്മ കൊടുക്കണം. അമ്മ മുട്ട് കൊടുത്തോ. അമ്മ കൊടുക്കും. കണ്ടോ എൻ്റെ ആനോട്ടൻ്റെ കൂടെ ആരോ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമുക്ക് അവർ തമ്മിൽ അഗാധമായ പ്രണയത്തിലാണോ എന്ന് എനിക്കൊരു സംശയം. അച്ഛൻ കണ്ടോ ഈ ഡക്കാനോട്ടനെ നോക്കി കിടന്നുറങ്ങുന്നത്? അങ്ങനെ പണ്ട് 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 അതായത് 2016, 17, 18 കാലഘട്ടത്തിലൊക്കെ ഞാൻ അങ്ങനെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇങ്ങനെ വരും. എൻ്റെ കൂടെ ശ്രുതി സരോജ് ഉണ്ടാവും, പിന്നെ ആരവ് ഉണ്ടാവാറുണ്ട്, പിന്നെ സംഗീത് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. നമ്മളെ വല്ലവനാണ്. ഷോൻ ഇപ്പൊ ഇവിടെ ടാസ്മാനിയയിൽ കാണാനേ ഇല്ല. ഓൻ എവിടെ പോയി? അങ്ങനെ ടാസ്മാനിയയിൽ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഞാൻ സാധാരണ നിർബന്ധിച്ച് വണ്ടി കയറ്റിയിട്ടാണ് പല സ്ഥലങ്ങളിലും കൊണ്ടുപോകാറ്. പക്ഷെ ഇപ്പോ എന്തല്ല കുട്ടീനെ എവിടെയും കാണല്ലേ. ഓൻ എവിടെയല്ലേ? ആണോ? ഓൻ്റെ ഒരു വിവരവും ഇല്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വരുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ചോദിക്കും ആ സംഗീത് എവിടെ, സംഗീത് എവിടെയെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് എവിടെയാണ് എവിടെയാണെന്ന്. ഒന്ന് വിളിച്ചു നോക്കുക, എന്താന്ന് അറിയാലോ. ചിലപ്പോ ഞാൻ വിളിക്കാറിന് അല്പം ഫോൺ എടുക്കാൻ സാധ്യത ഉണ്ടാവില്ല. മനസ്സിലായോ? അളിയൻ കോളിങ് അളിയൻ. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കല്ലേ. എടുക്കൂലെന്നുള്ള ഉറപ്പാണ്, പക്ഷെ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടെ എന്താ പക്ഷികളുടെ സമ്മേളനോ? അവിടെ നോക്ക ആരവരെ എല്ലാരെയും പണ്ട് വിസിറ്റുകളെല്ലാം കൂടി വന്നപ്പോ ആക്രമിക്കുന്നു മേടിച്ചിട്ട് അവൻ ഓടിയതാ. പക്ഷികളെല്ലാം വന്നു. ഇത്രേ ഉള്ളൂ അവൻ. ആരാ ഫോണിലാരാ? വീഡിയോ കോളാ? ഫോൺ മിസ്റ്റർ സംഗപ്പൻ. നിങ്ങള് പറഞ്ഞ മാതിരി സത്യ അവൻ ഫോൺ എടുക്കുന്നില്ല. അതിൽ കാണിച്ചു കൊടുക്കും, എല്ലാരും കാണട്ടെ സംഗീത് ബ്രദർ. പക്ഷെ ഫോൺ എടുക്കാറില്ല. അവൻ അങ്ങനത്തെ നല്ല സ്വഭാവം. ഫോൺ എടുത്തു അവൻ. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. 2020 ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ സംഗീത് സരോജ് എന്റെ ഫോൺ ആൻസർ ചെയ്തു എന്നുള്ളതാണ്. ഒരിക്കലും ഫോൺ എടുക്കാത്ത എന്റെ സംഗീത് അളിയന്റെ കോൾ എടുത്തിരിക്കുന്നു. അത്ഭുതങ്ങളിൽ അത്ഭുതം. 2017, 18, 19, 20 കാലഘട്ടങ്ങളിൽ 19 വരെ സ്ഥിരമായിട്ട് ഇവിടെ സന്ദർശിക്കുന്ന നമ്മുടെ റെഗുലർ വിസിറ്റർ സംഗീത് സരോജാണ് ഇപ്പോൾ ലൈനിലുള്ളത്. സംഗീത് സരോജിന് ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. ക്യാമറ ഒന്ന് തിരിച്ചു കാണിച്ചു കൊടുക്കൂ. നിനക്ക് നമ്മളെ മിസ് ചെയ്യുന്നുണ്ടോ? അയ്യോ ഈ ബർത്ത്ഡേ എങ്ങനെയാ നിങ്ങൾ പിന്നെ ലോക്ക്ഡൌണിലാണ് മനസ്സമാധാനം. ഞാൻ ഇവിടുന്ന് അവിടെ വലിച്ചറിയാ. അച്ഛനെ കണ്ട അച്ഛൻ ക്ഷീണിച്ചു. അച്ഛൻ നടന്ന് ക്ഷീണിച്ചു. ജാപ്പനീസ് ഗാർഡൻ പോവാണ്. വ്യൂവേഴ്സ് ഒന്ന് അങ്ങോട്ട് നോക്കിയാലും നമ്മുടെ ആരും വെള്ളൂരും ഭാഗീരഥി തച്ചോളി വീട്ടിലെയും കാണാൻ പറ്റുന്നുണ്ടോ? ആ മരത്തിൽ ഉള്ളൊരു സീസോ കളിക്കുന്നത് അത് മറ്റാരുമല്ല, നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട ഭാഗീരഥി തച്ചോളി വീട്ടിൽ തന്നെയാണ്.
Okay, now turbine time. വാച്ചോ. 2 കിലോവാട്ട് വെച്ചിട്ട് ഓരോ 10 സെക്കൻഡ് പ്രൊഡ്യൂസ് ചെയ്യും. 2 കിലോവാട്ട് ഓരോ 10 സെക്കൻഡ്. ഇതിൽ കൂടുതൽ നല്ല ഉത്തരങ്ങളൊന്നും എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കരുത്. അങ്ങനെ വ്യൂവേഴ്സ്, നമ്മൾ ഇങ്ങനെ ഈ ജാപ്പനീസ് ഗാർഡന്റെ എൻട്രൻസിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഭാഗീരഥി തച്ചോളി വീട്ടിൽ ഒരു മരത്തിന് മുകളിൽ തൂങ്ങിക്കിടക്കുന്നു. അങ്ങനെ ഭാഗീരഥി അല്ല ശ്രുതി, അങ്ങനെ ഭാഗീരഥിക്ക് ഞാനൊരു പൂക്കൾ കൊടുക്കുകയാണ്. ഭാഗീരഥി കുറച്ച് പൂക്കൾ തരട്ടെ. വേളയിൽ അതാ നമ്മുടെ കുക്കുവേട്ടൻ വന്നാലും. ഇത് പഞ്ഞി പോലെ ഉണ്ട്. സുന്ദരി പൂ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ചെടി കണ്ടു. ഭാഗീരഥിക്ക് നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള നമ്മുടെ ചെടി നമ്മുടെ വീട്ടിലല്ല, ഇങ്ങനെ വെട്ടി വെച്ചാ മതി അല്ലേ? അല്ല, ഇപ്പോൾ നമ്മുടെ ഇനി നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവാണ്. ശ്രുതി, എന്ത് മനോഹരമായ ദൃശ്യം ഇവിടെ. ക്യാമറ വരൂ, ഇത് കാണുന്നുണ്ടോ? ഇതായിരുന്നു സരോജ് സാർ പറഞ്ഞ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന യന്ത്രം. ഇതിലെ ഓരോ നിമിഷം സഞ്ചരിക്കുമ്പോഴും അത്ഭുതങ്ങൾ കൂടിക്കൂടി വരികയാണ് കുക്കുവേട്ട. അങ്ങോട്ട് നോക്കിയാലും എന്താണ് അവിടെ? പറയൂ കുക്കുവേട്ടൻ, എന്താണ് അവിടെ? ഹിമാലയ എപ്പോ ഇവിടുന്ന് വന്നത്? എനിക്ക് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾ എന്താ പറയുന്നത്? ക്ഷണിച്ചാലും ഉച്ചഭക്ഷണത്തിന് ശേഷം ഉറക്കം കിട്ടാതെ കുക്കുവേട്ടൻ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആരോ വെള്ളത്തിൽ വീഴുവേ. ഞാൻ ഫോട്ടോ എടുത്തു കുഞ്ഞു. ഈ തൊപ്പി നേരെ ഇട്ടാൽ ഞാൻ ഫോട്ടോ എടുത്തുതരാം. അത് വഴി ബ്ലോക്ക് ആണേ, എനിക്കൊന്ന് നടന്നു പോണം. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നമ്മൾ നടന്നിട്ടുണ്ട്. ജാപ്പനീസ് ഗാർഡൻ കഴിഞ്ഞു. ഇനി തിരിച്ചു നടക്കാൻ പോവാ. ഇവിടത്തെ വിസ്മയം എന്ന് പറയുന്നത് ജാപ്പനീസ് ഗാർഡൻ ആണ്. എന്റെ ഫേവറേറ്റ്. No doubt. Yours is the best. That's the best. Yeah. ഇന്ത്യൻ ബെസ്റ്റാ. ആരും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഡക്സ് ഫീഡ് ചെയ്യുന്ന സ്ഥലമാണ്. ആരും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം നോക്കട്ടെ. ഡക്സ്. എനിക്ക് എന്തുകൊണ്ടാ അറിയോ അത് ഇഷ്ടമെന്ന് പറയാൻ കാരണം അവിടുത്തെ ഒരു എനർജിയും അവിടുത്തെ ഒരു വൈബും വളരെ ഡിഫറെന്റ് ആണ്. വെരി പോസിറ്റീവ്. അത് വാട്ടർഫോൾസ് ഉള്ളതുകൊണ്ടാ. പിന്നെ നല്ല വെറൈറ്റി ഫ്ലവേഴ്സാ, മരങ്ങൾ. എന്താ കുഞ്ഞിന് പറയണ്ടേ? കുഞ്ഞു പറ. ഇവര് ഡക്സ് ഇല്ല. നോക്കിയാലോ? എന്തിനാ? വേണ്ടല്ലേ. ആ മരത്തിന് സമാധാനം കൊടുക്കൂല. പിന്നെ ഈ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഗാർഡന്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് ആണ്. ഇതിന്റെ എൻട്രൻസ് ഇത് മാത്രമല്ല ഈ പേർപ്പിൾ പൂക്കൾ പേരൊന്നും കാണിക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു.
ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെ ഒന്നും കൂടെ പറയും. അത് ജാപ്പനീസിന്റെ സ്ഥലത്ത് അല്ലേ? ജാപ്പനീസ് കാണല്ലേ ചൈനീസ്. ഒന്ന് മാറി. അച്ഛൻ ചിരിച്ചു കഴിഞ്ഞല്ലോ. അച്ഛൻ ചിരിച്ചു കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് കടക്കാൻ നേരത്തെ ശ്രമിച്ചപ്പോ ഇവിടെ ബ്ലോക്ക് ആക്കി വെച്ചതാ. ഇവിടെ ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട്. ഇതെനിക്ക് മിസ്സായി. ഇവിടെയാണ് ജാപ്പനീസ് ട്രഷർ ഉള്ളത്. ഞാൻ കാണിച്ചു. ഇതാ ഈ പാറയ്ക്കടിയിലാണ് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് ആ ട്രഷർ. പക്ഷെ ഇവിടെ രാവിലെ സൺറൈസിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരു റിഫ്ലക്ഷൻ വരുന്ന സമയത്ത് ഒരു കീ കിട്ടും. ആ കീ എടുത്തിട്ട് അതിന്റെ അപ്പുറത്ത് അങ്ങേ വശത്ത് പോയിട്ട് ഒരു കോഡിംഗ് സെറ്റപ്പ് ചെയ്താൽ മാത്രമേ അത് തുറക്കുകയുള്ളൂ. നിങ്ങള് വെറുതെ അല്ല മനുഷ്യ, സിനിമ കണ്ട് ഇങ്ങനെ പോയതാ. ആളെ വടിയാക്കാൻ വേണ്ടി വിളിച്ചു വരും. നമ്മൾ ഇതാ ജാപ്പനീസ് ഗാർഡന്റെ എൻട്രി പോയിന്റിലാണ്. ഇതാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ജാപ്പനീസ് ഗാർഡൻ എന്ന് തന്നെയാണ്. This Japanese garden was officially opened by the Minister for Administrative Services, the Honorable Peter Fortman, 1987 on the 18th അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജാപ്പനീസ് ഗാർഡൻ എന്തുകൊണ്ട്, വാട്ട് ഇസ് ദ ജാപ്പനീസ് ഗാർഡൻ ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവർ ചെയ്ത പ്രോജക്ട്സിനെ പറ്റിയിട്ടും ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ബാംബു പൈപ്പ് അത്. Thank you.